ഈ മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സുനേത്ര പവാർ സത്യപ്രതിജ്ഞ ചെയ്യും. ഉച്ചകഴിഞ്ഞ് ചേരുന്ന NCPയുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ സുനേത്രയെ പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കും. അതേസമയം പുതിയ രാഷ്ട്രീയ നീക്കങ്ങളെ സംബന്ധിച്ച് ഒരറിവും ലഭിച്ചിരുന്നില്ല എന്ന് ശരത് പവാർ ബാരാമതിയിൽ പറഞ്ഞു. NCPയുടെ രാജ്യസഭാംഗവും അജിത് പവാറിന്റെ ഭാര്യയുമായ സുനേത്ര പവാർ ഇന്ന് രാവിലെ തന്നെ മുംബൈയിൽ എത്തിയിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ് NCPയുടെ യോഗം ചേരുന്നത്. സുനേത്രയെ പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിച്ച് വൈകിട്ട് 5 മണിയോടെയായിരിക്കും സത്യപ്രതിജ്ഞ ഉണ്ടാവുക. അതേസമയം അജിത് പവാർ NCP ലയനം ആഗ്രഹിച്ചിരുന്നുവെന്നും അജിത് ജീവിച്ചിരുന്നെങ്കിൽ ഫെബ്രുവരി 12-ന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമായിരുന്നുവെന്നും ശരത് പവാർ വെളിപ്പെടുത്തി. സുനേത്ര പവാറിന്റെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് അറിയില്ലെന്നും ശരത് പവാർ പ്രതികരിച്ചു. सुनेत्र पवार का नाम आगे ढकेलने से हमारा कॉन्फिडेंस में फारसी की उनकी जीवन है, हमारे यहाँ अलग है. पर क्या आपके परिवार के है, आपका परिवार इसमें काफी क्लोजली इन्वॉल्व है? ഇതിന് പിന്നാലെ അജിത് പവാറിന്റെ മകൻ പാർത്ഥ് ശരത് പവാറിനെ കാണാൻ ബാരാമതിയിലെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ലയന ചർച്ചകളെല്ലാം അജിത് പവാറിന്റെ മരണത്തോടെ താൽക്കാലികമായെങ്കിലും അടഞ്ഞു. ശരത് പവാർ വീണ്ടും NCP തലപ്പത്തേക്ക് വരുന്നത് തടയാനാണ് പ്രഫുൽ പട്ടേലിന്റെയും സുനിൽ തത്കരുടെയും നീക്കമെന്ന് ശരത് പവാർ പക്ഷം അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. അതിനിടെ ബാരാമതിയിൽ ശരത് പവാർ പക്ഷം നേതാക്കളുടെ യോഗവും ചേർന്നു. വൈകിട്ടത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ശരത് പവാറും സുപ്രിയും പങ്കെടുത്തേക്കില്ല എന്ന സംശയവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.